തിരിക്കുന്നു. കാരുണ്യവാനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദരണീയരായ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും ക്രിസ്തുവേശുവിൻ്റെ ചോരത്തളി ആചരിച്ച വിശുദ്ധന്മാർക്കും വേഗം വരുന്ന നസറായനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം നമുക്കൊരുമിച്ച് പിന്നെയും ദൈവവചന പഠനത്തിനായി ഇങ്ങനെ അടുത്തു വരുവാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. ആയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നലത്തെ നമ്മുടെ സഭായോഗങ്ങളിൽ ദൈവം നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുന്നതോർത്ത് സ്തോത്രം. ആത്മീയ കൂട്ടായ്മകൾ പ്രാദേശിക സഭകളിലും ഇതുപോലെയുള്ള കൂട്ടായ്മകളിലും തിരുസാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാൻ, പ്രത്യാശ വർദ്ധിക്കുവാൻ, വിശ്വാസം സ്ഥിരപ്പെടുവാനൊക്കെ കർത്താവ് സഹായിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നാം ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ നിമിഷവും യേശുക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിപ്പാൻ, ലോകത്തോട് അകലം പാലിച്ചും കർത്താവിനോട് അടുപ്പം പാലിച്ചും നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവര് ഭൂമിയിൽ നിന്നും ഫ്ലൈറ്റ് ഉയരുന്ന സമയത്ത്, ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടുകൾ, ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാം. എന്നാൽ ഉയരും തോറും ഭൂമിയിലെ കാഴ്ചകൾ ചെറുതായി വരും. പിന്നെ ഒരു ഉയരത്തിലെത്തിയാൽ താഴെ ഉള്ളതൊന്നും കാണത്തില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ യാത്രയുമാകട്ടെ. സ്തോത്രം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ അതാതിൻ്റെ വലിപ്പത്തിൽ തന്നെ, ലോകം കാണുന്ന അതേ വലിപ്പത്തിൽ കാണുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം പ്രായമേറും തോറും ഈ ലോകത്തിലുള്ളതിനോടുള്ള അതിൻ്റെ കാഴ്ച നമ്മുടെ കണ്ണിൽ മങ്ങി വരുവാൻ, എന്നാൽ പണ്ട് മങ്ങി മാത്രം കണ്ടുകൊണ്ടിരുന്ന നിത്യതയുടെ വ്യക്തമായ ചിത്രം അത് അധികമായി നമ്മിൽ വരേണ്ടതിനും കർത്താവ് കൃപ തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പക്ഷെ നമ്മുടെ യാത്ര പലപ്പോഴും തിരിച്ചാണ്. നമ്മുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകുന്തോറും ഭൂമിയിൽ നമുക്ക് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ അധികം കുറ്റിയും കയറും കൂടി വരിക. കുറ്റിയും കയറും എന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. നമ്മെ ഇവിടത്തോടെ ചേർത്ത് കെട്ടുന്ന മറ്റ് പല കാര്യങ്ങളും. സ്തോത്രം. മറ്റു പല കാര്യങ്ങളും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് നിത്യതയുടെ ദർശനം കൂടുതൽ ലഭിപ്പാൻ, സ്തോത്രം, അതിനനുസരിച്ച് നമ്മുടെ ആവേശം, കർത്താവിനോട് ചേരുവാനുള്ള ആവേശം കൂടുവാനും കർത്താവ് കൃപ ചെയ്യട്ടെ. സ്തോത്രം. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ, എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുമ്പോൾ, എത്താറാകും തോറും നമ്മുടെ അകത്ത് ജിജ്ഞാസ വർദ്ധിക്കുന്നത് പോലെ, അതിനെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ
നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്നവരായിരിക്കാൻ. സ്തോത്രം. പൗലോസ് പറയുന്നു, ഞാൻ പോവുക, എൻ്റെ യുദ്ധസേവ തീർന്നു, ഓട്ടം ഞാൻ തികച്ചു, കാക്കുവാൻ തന്ന വിശ്വാസത്തെയും ഞാൻ കാത്തു. ഇനി ഞാൻ പോവുക. എന്തിനാ? ഈ ചെയ്തതിൻ്റെ ഒക്കെ പ്രതിഫലം, കൂലി വാങ്ങാൻ. അതെനിക്ക് മാത്രമാണോ? അല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും തന്നെ. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം പ്രായമേറും തോറും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വർദ്ധിച്ചു വരുവാൻ ഇടയാകണം. സ്തോത്രം. കർത്താവിനോട് ചേരുവാനുള്ള, കർത്താവിനെ കാണുവാനുള്ള വലിയ വാഞ്ചയോടെ, ആ ആവേശത്തോടെ നമുക്ക് ജീവിക്കേണ്ടതിന് ദൈവം കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് ഒന്നും കൂടെ വായിച്ചുകൊണ്ട് നമ്മുടെ പഠനം തുടരാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. സ്തോത്രം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായി നമ്മൾ പഠിച്ചു വന്നത് മഹാപുരോഹിതനായ യേശു എന്ന വിഷയമായിരുന്നു. യേശുവിൻ്റെ മഹാപൗരോഹിത്യം, മഹാപുരോഹിതന്മാരുടെ യോഗ്യതകൾ, കടമകൾ, ശുശ്രൂഷകൾ, അവയെല്ലാം നമ്മൾ പൊതുവായിട്ട് കണ്ടു. നമ്മളതിൽ പറയാതെ വിട്ടുപോയ 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. പഴയ നിയമ മഹാപുരോഹിതന്മാരുടെ മറ്റൊരു കടമയുണ്ടായിരുന്നു, ടു ബ്ലസ് ദ കോൺഗ്രിഗേഷൻ, ജനത്തെ അനുഗ്രഹിക്കുക എന്നത്. അതിനേറ്റവും യോഗ്യനായത് നമ്മുടെ കർത്താവാണ്. സ്തോത്രം. പണ്ട് കാനമച്ചൻ പറഞ്ഞൊരു കാര്യം നമ്മളും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പട്ടത്വമൊക്കെ വിട്ടിട്ട് ബന്ധക്കോസ്ത വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അച്ഛൻ്റെ അമ്മ പറഞ്ഞ കാര്യം, അച്ഛൻ പറയാറുണ്ട്, എൻ്റെ അമ്മ ഒത്തിരി പഠിത്തമൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയായിരുന്നു. ഞാൻ പൗരോഹിത്യവും പട്ടത്വവും ഒക്കെ വിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അമ്മയ്ക്ക് ഞാൻ പോകുന്നതിൽ വേറെ പ്രയാസമൊന്നുമില്ല, പക്ഷെ പേടിയായിരുന്നു. പേടിയായിട്ട് അമ്മ പറഞ്ഞത്, അവിടം വിട്ടു പോരുന്നാൽ അവിടെയുള്ള വലിയ മെത്രന്മാരൊക്കെ ഉണ്ട്, അവർ ശപിച്ചു കളയെന്ന് പറഞ്ഞു. അത് ദോഷമാകും മോനെ, ശാപമാ. അപ്പോൾ അച്ഛൻ തിരിച്ചു പറഞ്ഞ, അമ്മേ, അവരെത്ര ശപിച്ചാലും ശാപമേക്കത്തില്ലെന്ന്. അതെന്താന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എല്ലാ ഞായറാഴ്ചയും ഇവരൊക്കെ നിന്ന് അനുഗ്രഹിക്കാറില്ലേ? ഇതുവരെ ഇത്രയും വർഷമായിട്ട് അനുഗ്രഹിച്ച വല്ല അനുഗ്രഹവും നമുക്കാർക്കെങ്കിലും യേശിയോ? ഇല്ലല്ലോ. അപ്പോൾ അനുഗ്രഹമൊന്നും അനുഗ്രഹിച്ചിട്ട് ഇങ്ങോട്ട് ഏശാത്തത് കൊണ്ട് അവരിനി തിരിച്ച് ശപിച്ചെന്ന് പറഞ്ഞാലും അത് ഏക്കത്തില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഈ മഹാപുരോഹിതന്മാരൊക്കെ അവരുടെ ഒരു ചടങ്ങായി നിന്ന് അനുഗ്രഹിക്കാറുണ്ട്. പട്ടത്വ സഭകളിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ആരാധനാ യോഗങ്ങളൊക്കെ കഴിയുമ്പം അച്ഛന്മാർ ജനത്തെ അനുഗ്രഹിക്കാറുണ്ട്.
ഏറ്റവും ഒടുവിൽ പിന്നെ അവർ ഇങ്ങനെ കൂടെ പറയും, ബലഹീനനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ സ്വയം പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട് ജനത്തോട്. അതുകൊണ്ട് അത് കുറവല്ല, അത് തെറ്റല്ല. പക്ഷേ പറഞ്ഞത്, ഈ കുറവുള്ള, അനുഗ്രഹം ആവശ്യമുള്ള ജനം തന്നെയാണ് തിരിച്ച് സമൂഹത്തെ, സഭയെ അനുഗ്രഹിക്കുന്നത്. എന്നാൽ യേശു എന്ന മഹാപുരോഹിതനാണ് സാക്ഷാൽ അനുഗ്രഹിപ്പാൻ, സ്തോത്രം, അനുഗ്രഹിപ്പാൻ യോഗ്യനായിട്ടുള്ളത്. കാരണം അവിടുത്തേക്ക് മറ്റാരുടെയും അനുഗ്രഹം ആവശ്യമില്ല. സ്തോത്രം. ഞങ്ങള് സഭയുടെ ശുശ്രൂഷകരായ പാസ്റ്റേഴ്സായി ഞങ്ങൾ സഭകളിൽ പറയാറുണ്ട്, ഞങ്ങൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വരുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കൂടെ ഒന്ന് സന്ദർശിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണെന്ന്. സ്തോത്രം. ഞങ്ങൾ പറയാറുണ്ട്, വിശ്വാസികളുടെ കാര്യങ്ങളൊക്കെ പാസ്റ്റർ ചെന്ന് ചോദിക്കും, പറയും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ ആരോട് പറയും? നമ്മൾ പാസ്റ്റേഴ്സ് ആയാലും അച്ഛന്മാരോ മെത്രാന്മാരോ ഒക്കെ ആയാലും ഈ ബലഹീനമായ ശരീരത്തിൽ വസിക്കുന്നവരും അനുഗ്രഹവും സൗഖ്യവും ഒക്കെ ആവശ്യമുള്ളവരുമാണ്. പിന്നെ അതിൻ്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ടും ജനത്തെ അനുഗ്രഹിക്കാറുണ്ട്. സഭായോഗങ്ങളിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മിക്ക സഭകളിലും സ്തോത്രകാഴ്ച കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പാസ്റ്റർ ആയിരിക്കും. ആകണം. ഞാനും എൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനാണ് എനിക്കതിലൊരു ഉപദേശം തന്നത്. ഞാൻ ആദ്യം ശുശ്രൂഷിച്ച സ്ഥലത്ത് അദ്ദേഹം എൻ്റെ കൂടെ ചില ദിവസങ്ങൾ വന്ന് താമസിച്ചു. അപ്പോൾ ഇങ്ങനെ കണ്ടു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല വേണ്ടത്. സ്തോത്രകാഴ്ച കഴിഞ്ഞിട്ട് പാസ്റ്റർ, ലോക്കൽ പാസ്റ്റർ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൊതുവെ നമ്മുടെ ഇടയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം സ്തോത്രകാഴ്ച എടുത്ത് ഒരുമിച്ചൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറഞ്ഞ വിഷയങ്ങൾക്ക് ആയിട്ട് സഭാ ശുശ്രൂഷകൻ തന്നെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ജനം ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ലോക്കൽ സഭാ ശുശ്രൂഷകൻ തന്നെയാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടയാൾ. രണ്ട്, സ്തോത്രകാഴ്ചയും ദശാംശവും കൂടെയൊക്കെ അർപ്പിച്ചിരിക്കുക. ഇപ്പോൾ മിക്ക സഭകളിലും സ്തോത്രകാഴ്ചയും ദശാംശവും ഒക്കെ ഫണ്ടിലേക്കാണ് പോകുന്നത്. അതിൽ നിന്നൊരു വിഹിതമാണ് പാസ്റ്റർക്ക് ലഭിക്കുന്നത്. അന്ന് ഞാനൊക്കെ ശുശ്രൂഷിച്ച വളരെ ചുരുക്കം ആൾക്കാർ മാത്രമുള്ള സഭയിൽ സ്തോത്രകാഴ്ചയും ദശാംശവും ഒക്കെ പാസ്റ്റർക്ക് തന്നെയാണ്. പ്രത്യേകാൽ ഇനി അല്ല, ശമ്പളമാണെങ്കിൽ കൂടെ അതിൻ്റെ വിഹിതം ഏറ്റവും പ്രധാനമായി ലഭിക്കുന്നത് ലോക്കൽ പാസ്റ്റർക്കാകുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ ആ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജനത്തിൻ്റെ ജോലി, അവരുടെ കുടുംബജീവിതം, അവരുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ, ഇവിടെ ബോംബെയിൽ അങ്ങനെ അത്ര ഇതില്ല, എന്നാൽ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ കൃഷിക്കും അവരുടെ ഗോതമ്പിനും അവരുടെ കടുകിനും പശുവിനും ആടിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. അവരുടെ വരുമാന മാർഗം അതാ.
ഇപ്പോഴും ചില ഗ്രാമങ്ങളിൽ നിന്ന് ചിലർ എന്നെ വിളിക്കാറുണ്ട്, ഭായിജി मैं अभी खेत में बैठा हूँ, बहुत कीड़े हैं गेहूं पे, दवा डाला तो भी कुछ नहीं हो रहा है, आप जरा प्रार्थना करना. സഹോദര, ഞാനിപ്പം കൃഷിസ്ഥലത്താണ്. ഭയങ്കര മുഞ്ഞയാ, ഭയങ്കര കീടങ്ങളാണ്, മരുന്നൊക്കെ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഗോതമ്പ് അങ്ങനെയുള്ള കൃഷി പലതുണ്ട്, എല്ലാം നശിച്ചു പോകുന്നു. ഒന്ന് പ്രാർത്ഥിക്കണേ, ഞാൻ ഗോതമ്പിൻ്റെ അതേ കൈവച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ എരുമയെ കറക്കാൻ ചെന്നിരുന്നിട്ട് എരുമ കറക്കാൻ സമ്മതിക്കുന്നില്ല. അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് ചിലപ്പം ചിലർ വിളിക്കും. അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയും പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ നന്മകൾ കൈപ്പറ്റുന്ന ആൾ തന്നെ പ്രാർത്ഥിക്കണം എന്ന ഒരു ഉപദേശമോ നിർദ്ദേശമോ ഞാൻ അങ്ങനെ പ്രാപിച്ചു. അന്നു മുതൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പറഞ്ഞു വന്നതിൻ്റെ സാരം, നമ്മൾ ആവശ്യങ്ങളുള്ളവരും അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യങ്ങളുള്ളവരും ബലഹീനതകളുള്ളവരും സൗഖ്യം ആവശ്യമുള്ളവരും നന്മ അനുഗ്രഹം ആവശ്യമുള്ളവരുമൊക്കെ ആണെങ്കിൽ കൂടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. നമ്മുടെ ഇടയിൽ പട്ടത്വ സഭകളിലേതുപോലെ പട്ടക്കാരോ മേൽപ്പട്ടക്കാരോ ജനത്തെ ഏറ്റവും ഒടുവിൽ കൈ ഉയർത്തി ഇങ്ങനെ അനുഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയില്ലെങ്കിലും ഈ പറഞ്ഞ സ്തോത്രകാഴ്ച കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ട്, നമ്മുടെ ഇടയിൽ അതുണ്ട്. അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ ഭവനങ്ങളിൽ ചെല്ലുമ്പോഴും ഭവനങ്ങളെ അനുഗ്രഹിച്ച്, അതിനി പാസ്റ്റർമാർ മാത്രമല്ല, ദൈവമക്കളും ഏതെങ്കിലുമൊക്കെ ഭവനങ്ങളിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കൈക്കൊള്ളുന്ന ഭവനങ്ങളാണെങ്കിൽ അവർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. പച്ചവെള്ളമെങ്കിലും അവർ തന്നു കാണും. ഒന്നും തന്നില്ലെങ്കിലും നമ്മളെ സ്വീകരിച്ചിരുത്തിയല്ലോ, അവരെ അനുഗ്രഹിക്കണം. സ്തോത്രം. കർത്താവെ ഇവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചാലും മതി. നീ നമ്മുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിലും നമുക്ക് ദൈവത്തോട് അവരുടെ സർവോന്മുഖമായ നന്മയ്ക്കും അവരുടെ ഉയർച്ചയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവും ശിഷ്യന്മാരെ രണ്ടായിട്ട് അയച്ചപ്പോൾ, അല്ലെങ്കിൽ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്, നിങ്ങൾ പോവുക, നിങ്ങൾ വന്ദനം ചെയ്യേണ്ടവരെ വന്ദനം ചെയ്യുക, സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വന്ദനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം എന്നാണല്ലോ അവരുടെ വന്ദനം, അത് വെച്ചാണ് പറഞ്ഞത്, നിങ്ങളുടെ സമാധാനം അവിടെ വസിക്കും. അതിന് യോഗ്യനായിട്ട് ആരും അവിടെ ഇല്ലയോ, അവിടെ അവർക്കത് പ്രയോജനപ്പെടത്തില്ല. പിന്നെ നിങ്ങളെ കൈക്കൊള്ളുന്നിടത്ത് നിങ്ങൾ പാർക്കുക, അവർ തരുന്നതൊക്കെ തിന്നുക, കുടിക്കുക, അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കുക. സ്തോത്രം. ഇതന്നെ കർത്താവ് പറഞ്ഞത്. നമ്മളെ കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ടാൽ ആ ഭവനത്തിനത് അനുഗ്രഹമാണ്. അങ്ങനെ കൈക്കൊള്ളുന്നിടത്ത് നമ്മൾ ആ നന്മകൾ സ്വീകരിക്കുന്നു, പകരം അവരെ അനുഗ്രഹിക്കുക, അവിടെയുള്ള രോഗികളെ സൗഖ്യത്തിനായിട്ട് അപേക്ഷിക്കുക, രോഗികളെ സൗഖ്യമാക്കുക തുടങ്ങിയ കൽപ്പനകൾ കൊടുത്താണ് ശിഷ്യന്മാരെ അയച്ചത്. അത് നമുക്കും നമ്മുടെ സഭാ ശുശ്രൂഷകളിലും നമ്മുടെ സഭായോഗങ്ങളിലുമൊക്കെ അനുവർത്തിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഇപ്പോൾ പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാർ ജനത്തെ അനുഗ്രഹിച്ചിരുന്നു ആരാധനയ്ക്കൊക്കെ ശേഷം. രാജാക്കന്മാരും അങ്ങനെ ചെയ്യുമായിരുന്നു. യേശുക്രിസ്തു രാജാവും മഹാപുരോഹിതനും കൂടെ ആയതുകൊണ്ട് നമ്മെ അനുഗ്രഹിപ്പാൻ ഏറ്റവും യോഗ്യനായവനാണ്. സ്തോത്രം. ഏറ്റവും യോഗ്യനായവനാണ്.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ ജനത്തെ അനുഗ്രഹിച്ച് പറയാറും പ്രാർത്ഥിക്കാറുമുണ്ടല്ലോ. സ്തോത്രം. അതുപോലെ സംഖ്യാപുസ്തകത്തിൽ ആ അനുഗ്രഹ വാചകങ്ങളും അഹരോൻ ജനത്തോട് പറയേണ്ടത് നാം കാണുന്നുണ്ട്. ചിലരൊക്കെ പ്രത്യേകിച്ച് സഭായോഗങ്ങൾക്ക് ശേഷം സഭകളിൽ ആ വാക്യങ്ങൾ ഉരുവിടാറുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ കല്യാണത്തിൻ്റെ അനുഗ്രഹ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനാ വാചകങ്ങൾ ഉരുവിടാറുണ്ട്. ആ നിലയിലൊക്കെ നാം അനുഗ്രഹങ്ങളെക്കുറിച്ച് കാണുന്നു. സ്തോത്രം. അപ്പോൾ നമുക്കും ഈ നിലകളിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. സ്തോത്രം. മഹാപുരോഹിതൻ എന്ന നിലയിൽ നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട്. അതിന്റെ റെഫറൻസ് ഒന്ന് പറയാമോ? ഏതാങ്കിളെ? അല്ല, സംഖ്യാപുസ്തകത്തിലെ ഓക്കെ ഓക്കെ, അതാന്ന് തോന്നുന്നു. 6:24 മുതൽ ഒന്ന് വായിച്ചേക്കൂ. 26 വരെ. നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. സ്തോത്രം. സംഖ്യാപുസ്തകം 6:24 തൊട്ട് 26 വരെ. ചില കല്യാണ അനുഗ്രഹ പ്രാർത്ഥനയിൽ ചില ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ അനുഗ്രഹ വാചകങ്ങൾ ഉരുവിടാറുണ്ട്. നമുക്കത് ഉരുവിടുന്നതിൽ തെറ്റില്ല. ആശീർവാദവചനമായി ഇത് പറയുന്നതിൽ തെറ്റില്ല. അല്ല, പുതിയ നിയമത്തിൽ കാണുന്ന ആശീർവാദം പറഞ്ഞതിന് ശേഷം ഈ വാക്യങ്ങൾ ഉരുവിടുന്നതിലും തെറ്റില്ല. അപ്പോൾ അഹരോൻ അഥവാ മഹാപുരോഹിതന്റെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയായിരുന്നു ജനത്തെ അനുഗ്രഹിക്കുക എന്നുള്ളത്. വിശേഷാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ലേവിയ 16-ാം അധ്യായത്തിലെ മഹാപുരോഹിത മഹാപാപ പരിഹാര യാഗത്തിന് ശേഷം അഥവാ പ്രായശ്ചിത്ത യാഗത്തിനും ആ ശുശ്രൂഷകൾക്കുമൊക്കെ ശേഷം മിക്കവാറുമൊക്കെ ഇതുപോലെയുള്ള സഭായോഗങ്ങളിൽ, ഇസ്രായേലിൻ്റെ കൂടിവരവുകളെയാണ് സഭായോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ സഭായോഗങ്ങളിൽ ഈ പുരോഹിതന്മാർ, മഹാപുരോഹിതന്മാർ ജനത്തെ അനുഗ്രഹിച്ചിരുന്നു. അവിടെ നമ്മൾ കാണുന്നത് പോലെ, ഇങ്ങനെ ജനത്തെ അനുഗ്രഹിച്ച് എൻ്റെ നാമം അവരുടെ മേൽ വയ്ക്കണം, അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. അപ്പോൾ അനുഗ്രഹിക്കുന്നത് സത്യത്തിൽ ഇവരല്ല, ദൈവമാണ്. കർത്താവിൻ്റെ നാമം അവരുടെ മേൽ ഇവർ വയ്ക്കുന്നു. ദൈവത്തിൻ്റെ പകരക്കാരായി അവരിത് ചെയ്യുന്നു. സ്തോത്രം. പകരക്കാരായിട്ടിത് ചെയ്യുന്നു. പുതിയ നിയമത്തിലും നമുക്ക് യേശുക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുവാനാണ് വരം, കൃപ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞല്ലോ, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ച എൻ്റെ പിതാവിനെ കൈക്കൊള്ളുന്നു. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൻ്റെ പകരക്കാരായിട്ടാണ് നമ്മൾ ആയിരിക്കുന്നത്. മുമ്പും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, വികാരി അച്ഛൻ എന്നാണല്ലോ പറയുന്നത്. അച്ഛന്മാരെ വികാഴ്സ്, വികാരികൾ, പകരക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. പകരക്കാർ.
അപ്പോൾ മെത്രാന്മാർക്ക് പകരക്കാരായി ഇടവകകളെ നോക്കി നടത്തുന്നവരെന്നാണ് വികാരി അച്ഛന്മാരുടെ അർത്ഥം. മെത്രാന്മാർക്ക് പകരക്കാരായി ഒരു ഡയോസിസിലുള്ള ഇടവകകളെ നടത്തുന്നവർ. അങ്ങനെയാണ് വികാരികൾ എന്നവർക്ക് പേര്. ഇത് ആക്ച്വലി മലയാളം വാക്കല്ല. ഇതിൽ നിന്നാണ് വിക്കേറിയസ് എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നിരിക്കുന്നത്. വിക്കേറിയസ്, പകരമായിട്ടുള്ള മരണം. യേശുക്രിസ്തുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിലാണ് ആ വാക്ക് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. വിക്കേറിയസ് ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഡൈഡ് in my place where I had to die. Jesus died in my place. That is the vicarious death of Christ. ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് എനിക്ക് പകരം ക്രിസ്തു മരിച്ചു. അതിനെയാണ് പ്രതിമരണമെന്ന് വിളിക്കുന്നത്. വിക്കേറിയസ് ഡെത്ത്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പകരക്കാരായി നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. നമ്മൾ അപ്പോസ്തോലൻ എന്ന വാക്ക് പഠിച്ചല്ലോ. അപ്പോസ്തോലൻ എന്നതിന് മറ്റൊരു അർത്ഥം, പ്രത്യേകിച്ച് റോമൻ ഗ്രീക്ക് പശ്ചാത്തലത്തിലുണ്ടായിരുന്നത് അംബാസിഡർ, സ്ഥാനാപതി. ഒന്നും കൂടെ വായിച്ചാട്ടെ, 2 കൊരിന്ത്യർ 5:20. 2 Corinthians 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. കണ്ടോ, ക്രിസ്തുവിന് പകരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്തോത്രം. ലോകത്തോട് ഒരു സുവിശേഷകൻ, ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിന് പകരമാണ് സുവിശേഷം വിളിച്ചു പറയുന്നത്. ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. സ്തോത്രം. അപ്പൊ നമ്മളും പകരക്കാരായി നിൽക്കുന്നു. ക്രിസ്തു നമുക്ക് മഹാപുരോഹിതനായിരുന്നു കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആശീർവാദ വചനങ്ങളുമൊക്കെ നമ്മൾ പറയുന്നത് അതിനോട് അനുബന്ധിച്ചാണ്. ആശീർവാദ വചനം പറയുമ്പോൾ ശുശ്രൂഷകന്മാർ 2 കൈയും ഉയർത്തിയാൽ ഏറ്റവും നല്ലത്. കുറഞ്ഞപക്ഷം വലം കൈയെങ്കിലും ഉയർത്തി ആശീർവാദം പറയുന്നതാണ് ശരിയായൊരു രീതി. നമ്മുടെ പെന്തക്കോസ്ത് പാസ്റ്റേഴ്സ് പലപ്പോഴും അങ്ങനെ, പലരും, എല്ലാവരും ഇല്ല, ചിലർ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കൈ അങ്ങനെ ഉയർത്തുന്നത്. കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുക. ഇപ്പം മഹാപുരോഹിതന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ആ നിലകളിലുള്ള ശുശ്രൂഷകൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അഹരോന്റെ ക്രമപ്രകാരമല്ല, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ചെയ്തു. ക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്നും നാം കണ്ടു. ഇതായിരുന്നുവോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം? കിട്ടിയോ? അതോ മറ്റെന്തെങ്കിലും ആരും ഉദ്ദേശിച്ചെന്നൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരുന്നു. സ്തോത്രം. ഓക്കെ, താങ്ക് യു. ഇപ്പം നമുക്കും തീർച്ചയായിട്ടും അങ്ങനെ ആകാം. ഈ അനുഗ്രഹവാക്കുകൾ, വചനങ്ങൾ, ഇപ്പം നമ്മൾ അനുഗ്രഹ സങ്കീർത്തനം എന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തനം വായിക്കാറുണ്ടല്ലോ. വെറുമൊരു ചടങ്ങാകാതെ ആത്മാർത്ഥമായും നമ്മൾ അനുഗ്രഹിക്കുന്ന ജനത്തിന് വേണ്ടി അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചെയ്താൽ, കർത്താവിൻ്റെ നാമം നാം അവരുടെ മേൽ വയ്ക്കുന്നതിനാൽ ദൈവം തന്നെ അവരെ അനുഗ്രഹിക്കും. സ്തോത്രം.
ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്ന കല്ലുമല കുഞ്ഞുമോൻ അച്ചായൻ എന്ന് വിളിക്കുന്ന എമ്മി ജേക്കബ് സാറ്, അദ്ദേഹം നടത്തിയ ഒരു കല്യാണത്തിന് ഞാനും ഉണ്ടായിരുന്നു. അതിൽ അനുഗ്രഹ പ്രാർത്ഥന എനിക്കായിരുന്നു. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ഞാൻ സാധാരണ ചെയ്തു വരുന്നത് പോലെ തന്നെ അദ്ദേഹം എനിക്കൊരു ഉപദേശം തന്നു. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, അനുഗ്രഹ പ്രാർത്ഥന, കുഞ്ഞെന്നാണ് അവരൊക്കെ വിളിക്കുമായിരുന്നത്. ഞങ്ങളുടെ മണക്കാലയിലെ ഡോക്ടർ TG കോശിയും ഈ എമ്മി ജേക്കബ് സാർ, കല്ലുമല കുഞ്ഞോനച്ചാനും അപ്പച്ചൻ എന്നാ അദ്ദേഹത്തെ എല്ലാം വിളിക്കുന്നത്. അവരൊക്കെ ഞങ്ങളെയൊക്കെ കുഞ്ഞെ കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു, കുഞ്ഞെ, ഈ അനുഗ്രഹ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം സാധാരണ പാസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്നത് പോലെ അബ്രഹാമിനോടുകൂടെ സാറയെയും എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയൊരു അനുഗ്രഹമല്ല അബ്രഹാമിൻ്റെ സാറയുടെയും എന്ന് തുടങ്ങി ഇങ്ങോട്ടുള്ളത്. ചിലർക്ക് കൺഫ്യൂഷനാണ് അവിടെ. യാക്കോബിനോടുകൂടെ ആരെയാണെന്ന് ഒരു പോസ് ഒന്ന് നിൽക്കും അവിടെ. നീ ലേയെ പറയണോ റാഹേലിനെ പറയണോ? ചിലർ പിന്നെ ആരെയും പിണക്കണ്ടെന്നും പറഞ്ഞ് രണ്ടുപേരുടെയും പേര് പറയും. യാക്കോബിനോടുകൂടെ ഇന്നയാൾ ലേയെയും റാഹേലിനെയും. എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല. അതിനോടെന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ വിഷയത്തിലല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നതാണ് ഈ പറയപ്പെടുന്ന പാരമ്പര്യമായി പറഞ്ഞു വരുന്ന ചില കുടുംബങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് അനുഗ്രഹിക്കുന്നതിനേക്കാൾ അഭികാമ്യമെന്ന ചിന്തയാണ് എനിക്കുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തു വരുമായിരുന്നത്. ഈ കർത്താവിൻ്റെ ദാസനും കൂടെ എന്നോട് പറഞ്ഞതിന് ശേഷം എനിക്കത് വളരെ ഉറപ്പായത്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തു മഹാപുരോഹിതൻ എന്ന നിലയിൽ നമുക്ക് അനുഗ്രഹമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പകരക്കാർ എന്ന നിലയിൽ, പാസ്റ്റേഴ്സ് മാത്രമല്ല പകരക്കാർ കേട്ടോ, ദൈവമക്കൾ എല്ലാവരും തന്നെ യേശുക്രിസ്തുവിൻ്റെ പകരക്കാരാണ്. നമുക്ക് പരസ്പരം അനുഗ്രഹിക്കാം. അത് ഈ ന്യൂജൻകാർ ചെയ്യുന്നത് പോലെ അടുത്തിരിക്കുന്ന ആളിനെ തോളെ തട്ടി തോളെ തൊട്ട് ഒന്ന് അനുഗ്രഹിച്ച്, അതിൻ്റെ ആവശ്യമില്ല. അതല്ല പറഞ്ഞത്. നമ്മളിപ്പം പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നാം അത് ചെയ്യാം. മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും അത് ചെയ്യാം. അവർ ഉണർന്നിരിക്കുമ്പോഴോ ഉറങ്ങിക്കിടക്കുമ്പോഴോ ഒക്കെ ആകാം. അവരോട് കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് നമുക്ക് ചെയ്യാം. ആ നിലയിലൊക്കെ ആകാം. ഒരു സ്ഥലത്ത് മാത്രം ഞാൻ തിരിച്ചു കണ്ടു. ഫാദേഴ്സ് ഡേയ്ക്ക് കൊച്ചു പിള്ളേരെല്ലാവരും കൂടെ ചെന്ന് അവരവരുടെ അപ്പന്മാരുടെ തലയ്ക്ക് വെച്ച് മക്കൾ അപ്പന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച ഞാൻ ഒരിടത്തെ കണ്ടിട്ടുള്ള. അങ്ങനെ അതിൻ്റെ ചർച്ചയ്ക്കൊന്നും നമ്മൾ പോകുന്നില്ല. അത് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നാൽ ഈ അനുഗ്രഹത്തിൻ്റെ വിഷയം വന്നപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതൻ. യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ കണ്ടു. അഹരോന്റേതിൽ നിന്നും വ്യത്യസ്തമായി, വംശാവലിയൊന്നും നോക്കാതെ, കുടുംബ പശ്ചാത്തലങ്ങൾ പരിഗണിക്കാതെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ, ദൈവത്തിൻ്റെ പ്രഖ്യാപനത്തിലും, ദൈവത്തിൻ്റെ ആണ അല്ലെങ്കിൽ ഓത്തിലും കൂടെ ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം ഉറപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മഹാപുരോഹിത ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ചില പേരുകളുണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നോക്കാം. ശ്രേഷ്ഠ മഹാപുരോഹിതൻ, വിശ്വസ്ത മഹാപുരോഹിതൻ എന്നൊക്കെയുള്ള നിലകളിൽ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നുണ്ട്. അത് അടുത്ത ഭാഗത്ത് ചിന്തിക്കാമെന്ന് കരുതുന്നു. ഇതുവരെ ഉള്ളതിൽ
എന്തെങ്കിലും ചോദ്യങ്ങളോ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങളോ ഉണ്ടെങ്കിൽ സ്വാഗതം. ഒന്നുമില്ല എന്ന് കരുതട്ടെ. എങ്കിൽ നമുക്ക് 1-ാം വാക്യത്തിൽ നിന്നും വിട പറയുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ അവിടെ നിന്നും നോക്കാനുണ്ട്. എന്താണ്? നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനും. ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ് നേരത്തെ. കൺസിഡർ. ഇനിയും ആ വാക്യത്തിനകത്ത് ഇതേ ഉള്ളൂ നമ്മൾ തൊടാത്തതായിട്ടുള്ളത്. നാം സ്വീകരിച്ചു പറയുന്ന. ഒന്നും കൂടെ ആ വാക്യം വായിച്ചാട്ടെ. 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കും. സ്തോത്രം. നാം സ്വീകരിച്ചു പറയുന്ന. എബ്രായ ലേഖനത്തിനകത്ത് പല പ്രാവശ്യം നമുക്ക് ആ ഒരു പ്രയോഗം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. കൺഫെഷൻ. യെസ്. ഇംഗ്ലീഷും കൂടെ വായിച്ചോട്ടെ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? Therefore, holy brethren, partakers of the heavenly calling, consider the apostle and high priest of our confession, Christ Jesus. യെസ്, കൺഫെഷൻ. എല്ലാ വേർഷൻസിലും അങ്ങനെ തന്നെയാണോ? Yes. ഓക്കെ. നാം സ്വീകരിച്ചു പറയുന്ന എന്ന് വെച്ചാൽ കൺഫെഷൻ, ഏറ്റുപറയുന്ന എന്ന് അർത്ഥം നമുക്ക് കൊടുക്കാം അതിന്. നാം ഏറ്റുപറയുന്ന. 4:14 കൂടെ നോക്കിക്കാട്ടെ. 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചോളൂ. അവിടെ പറയുന്ന സ്വീകാര്യം. ഇംഗ്ലീഷിൽ അവിടെയും കൺഫെഷൻ എന്നല്ലേ കൊടുത്തേക്കുന്നത്? 4:14. Let us hold fast our confession. ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ. മലയാളത്തിൽ സ്വീകാര്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. 3:1 പറയുന്ന സ്വീകരിച്ചു പറയുന്ന. 10-ാം അധ്യായം 23-ാം വാക്യവും കൂടെ. 10:23. നാം മുറുകെ പിടിച്ചുകൊള്ളുക. എന്ത് മുറുകെ പിടിച്ചോളുക? പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചോളുക. ഇംഗ്ലീഷും കൂടെ. Let us hold fast the confession of our hope without wavering. യെസ്. അപ്പം എബ്രായ ലേഖനത്തിലെ മാസ്റ്റർ പീസസിൽ ഒന്നാണിത്. എബ്രായ ലേഖന കർത്താവ് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന പല പദങ്ങളുണ്ട്. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ആവർത്തിച്ച് എബ്രായ ലേഖകൻ ഉപയോഗിക്കുന്ന പല പദങ്ങളുണ്ട്. അതിലൊരു പദമാണിത്. മറ്റു പല പദങ്ങളും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. മുഖവുരയിലും നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സ്വീകാര്യം എന്ന് വെച്ചാൽ സ്വീകരിച്ചു പറയുന്ന, നമ്മുടെ ഏറ്റുപറച്ചിൽ എന്ന് സാധാരണ മലയാള ഭാഷ. കൺഫെഷൻ, ഏറ്റുപറച്ചിൽ. സ്തോത്രം.
ഡേവിഡ് ഗൂസിക് എന്ന് പറയുന്നയാള് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്ത്യാനിറ്റി ഈസ് എ കൺഫെഷൻ മെയ്ഡ് വിത്ത് ബോത്ത് ദ മൗത്ത് ആൻഡ് ദ ലൈഫ്. Christianity is a confession made with both the mouth and life. അധരങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ വായു കൊണ്ടും ജീവിതം കൊണ്ടും നമ്മൾ നടത്തുന്ന ഒരു ഏറ്റുപറച്ചിലാണ് ക്രിസ്തീയ ജീവിതം. സ്തോത്രം. ക്രിസ്തീയ ജീവിതം. The Bible urges us to believe with the heart and confess with mouth. ഹൃദയം കൊണ്ട് വിശ്വസിക്കണമെന്നും അധരങ്ങൾ അല്ലെങ്കിൽ വായ കൊണ്ട് ഏറ്റുപറയണമെന്നും ദൈവവചനം അനുശാസിക്കുന്നു. നമുക്കറിയാം ആ വാക്യം. റോമാലേഖനം 10:9. അറിയാമെങ്കിലും ഒന്ന് വായിച്ചേക്കൂ. 9 യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. സ്തോത്രം. അപ്പൊ ഇത് വേദപുസ്തകം വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്. അതുകൊണ്ടാ നമ്മൾ രക്ഷിക്കപ്പെടുന്നവർക്ക് രക്ഷാവാചകങ്ങൾ ചൊല്ലിക്കൊടുക്കാറുള്ളത്. അവരവർ തന്നെ അത് ചൊല്ലുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏറ്റുപറയുകയാണ് വേണ്ടത്. അതിനകത്ത് ഭാഷയോ വാചക ഘടനകളോ ഒന്നും വിഷയമല്ല. ഏറ്റുപറയേണ്ട കാര്യം. ക്രിസ്തീയ ജീവിതം ഏറ്റുപറച്ചിലിന്റെ ജീവിതമാണ്. ഡിക്ഷണറി നൽകുന്ന അർത്ഥങ്ങൾ ഞാനൊന്ന് വായിക്കാം. കൺഫെഷൻ എന്നുള്ളതിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു വൈൻസ് എക്സ്പോസിറ്ററി ഡിക്ഷണറിയിൽ നിന്നുമാണ് ഞാനത് പറയുന്നത്. ഹോമോലോജിയോ എന്നാണ് കൺഫെഷൻ ഉള്ള ഗ്രീക്ക് വാക്ക്. ഹോമോലോജിയോ. ഹോമോസ് എന്ന് പറഞ്ഞാൽ സെയിം. ഹോമോസ് മീൻസ് സെയിം. നമുക്കറിയാമല്ലോ, ഹോമോ ഒറ്റ വാക്കിൽ നമ്മൾ പറയാറുണ്ട്. ഹോമോ. സമലൈംഗിക വിവാഹത്തിനൊക്കെ ഹോമോ എന്ന് നമ്മൾ പറയാറുണ്ട്. സോദോമ്യ പാപത്തിന് ഹോമോ എന്ന പേരിലാണ് നമ്മൾ അറിയുന്നത്. അപ്പം അത് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിലും അത് ഗ്രീക്ക് പദമാണ്. ഹോമോ എന്ന് വെച്ചാൽ സെയിം, ഒരേപോലെ ഉള്ളതെന്നാണ് ഹോമോ. ലേഗോ, ലീഗോ, LEGO, ഓ ലോങ് ഓയാണ് ലീഗോ. ലീഗോ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക്, പറയുക. അപ്പോ ഹോമോലോജിയോ, GEO, ലോഗിയോ എന്ന് പറഞ്ഞാൽ സ്പീക്ക് ദ സെയിം തിങ് എന്നാണ് അക്ഷരാർത്ഥം. സ്പീക്ക് ദ സെയിം തിങ്, അത് തന്നെ പറയുക എന്ന അർത്ഥം. അത് തന്നെ പറയുക. അതിന് ടു അസെൻഡ്, ടു എഗ്രി വിത്ത്, ടു അക്കോർഡ് എന്നൊക്കെയാണ് അതിനർത്ഥം. യോജിക്കുക, ഒത്തുചേരുക. ഒത്തുചേരുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പറഞ്ഞ അല്ലെങ്കിൽ ആശയത്തോട് ഒക്കുക എന്നർത്ഥം കേട്ടോ, അല്ലാതെ ഒരുമിച്ച് കൂടുക എന്നർത്ഥത്തിലല്ല. അക്കോർഡ്, ടു എഗ്രി വിത്ത്. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഓക്കെ, അങ്ങനെ.
അപ്പം അങ്ങനെ ഒരാൾ പറയുന്നതിനോട് ഒക്കുന്നതിന് പറയുന്ന ഔദ്യോഗിക പദമാണ് സ്വീകാര്യം, സ്വീകാരം, ഏറ്റുപറച്ചിൽ എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞ ഏറ്റുപറച്ചിൽ എന്നുള്ളതിന് ഒന്നാമതുള്ള അർത്ഥം ഇപ്പൊ പറഞ്ഞത് ആ പദത്തിന്റെ പൊതുവായ അർത്ഥമാണ്. ഇനി ബൈബിളിൽ അത് പറയുന്ന 3-4 അർത്ഥതലങ്ങളുണ്ട്, അത് പറയുകയാണ്. അതിലൊന്ന്, ടു കൺഫസ്, ടു അഡ്മിറ്റ്, ടു ഡിക്ലെയർ. ടു കൺഫസ്, ടു അഡ്മിറ്റ്, ടു ഡിക്ലെയർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഏറ്റുപറയുക, സമ്മതിക്കുക, പ്രഖ്യാപിക്കുക എന്നൊക്കെ അതിൻ്റെ അർത്ഥം വരും. പ്രഖ്യാപിക്കുക. യോഹന്നാൻ 1:20, ജോൺ 1:20, ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റുപറഞ്ഞു. ഏറ്റുപറഞ്ഞു. കൺഫസ്റ്റ്, ഏറ്റുപറഞ്ഞു. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 24:14, ആക്ട്സ് 24:14. ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. മലയാളത്തിൽ മുകളിലോ താഴെ എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു. സമ്മതിക്കുന്നു. കൺഫസ്. അതുപോലെ എബ്രായർ 11:13 ഉണ്ട്. തങ്ങൾ ഇവിടെ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത് ഈ അർത്ഥമെല്ലാം വരുന്നത് ഈ ഏറ്റുപറച്ചിൽ എന്ന അർത്ഥത്തില്. എന്ന് വെച്ചാൽ അത് സമ്മതിക്കുക, പ്രഖ്യാപിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ടു കൺഫേഴ്സ് ബൈ വേ ഓഫ് admitting oneself guilty of what one is accused of, the result of inward conviction. Second meaning of confession is this: to confess by way of admitting oneself guilty of what is accused of because of an inward conviction. ഒരു ആന്തരിക ബോധത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ ഒരു ആന്തരിക തിരിച്ചറിവിൻ്റെ ഫലമായി ആരോപിക്കപ്പെട്ട കുറ്റം, അതെ ഞാനത് ചെയ്തു എന്ന് സമ്മതിക്കുന്ന ആ അവസ്ഥയ്ക്കും കൺഫെഷൻ എന്ന് പറയും. ഇവിടെ കുറ്റം ഏറ്റുപറയുക എന്നാണ് അർത്ഥം. കുറ്റം ഏറ്റുപറയുക. ഇന്ന് ഞാൻ പേപ്പറിൽ വായിച്ച ഒരു കാര്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമേരിക്കയിലാണ്, അമേരിക്കയിലെ ഫ്ലോറിഡയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് 20 വയസ്സുണ്ടായിരുന്ന ഏകദേശം 1 വർഷം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയായ പെൺകുട്ടിയെ ഒരാള് തലയ്ക്കടിച്ചു കൊന്നു. മോഷണത്തിന് വീട്ടിൽ കയറിയതാ. കയറിയപ്പോൾ ഈ അമ്മയും കുഞ്ഞിനെയും കണ്ടു. 20 വയസ്സുള്ള ആ പെൺകുട്ടിയെ, കൈക്കുഞ്ഞിനോടുകൂടെ കട്ടിലിൽ കിടക്കുകയായിരുന്ന ആ 20 വയസ്സുകാരിയെ ഈ കള്ളൻ തലയ്ക്കടിച്ചു കൊന്നു.
കൊല്ലാൻ വേണ്ടിയൊന്നും അടിച്ചതല്ല, രക്ഷപ്പെടാൻ വേണ്ടി അന്നേരം കൈ കിട്ടിയ ഒരു വിറക് കഷ്ണം എടുത്ത് അടിച്ചതാ. ഇന്നേക്ക് 39 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. 39 വർഷം മുമ്പ്. ഇയാളെ പിടിച്ചില്ല. ആ കൊച്ചു പിന്നീട് മരിച്ചുപോയി. 20 വയസ്സുകാരി മരിച്ചുപോയി. അത് മരിച്ചെന്നൊന്നും ഈ മനുഷ്യൻ അറിഞ്ഞതുമില്ല. ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ ഈ വാർത്ത ഈ മനുഷ്യൻ വായിച്ചു. അപ്പോഴാണ് ഈ കുട്ടി മരിച്ചുപോയി, ഇയാളുടെ അടി കൊണ്ടാണ് മരിച്ചതെന്ന് അറിയുന്നത്. ഇന്ന് അയാൾക്ക് 70 വയസ്സുണ്ട്. ഈ കൊലപാതകിക്ക് 70 വയസ്സുണ്ട്. ഈ വാർത്ത വായിച്ചിട്ട് കുറ്റബോധം തോന്നി ഈ മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, കുറ്റമേറ്റു പറഞ്ഞു. ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തു. 3 വകുപ്പുകൾ ചുമത്തി ഈ 70 വയസ്സുള്ള മനുഷ്യനെ 39 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിൽ പിടികിട്ടാപ്പുള്ളിയായി കഴിഞ്ഞിരുന്നയാളിനെ പിടിച്ചു. എന്താ? ആ വാർത്ത വായിച്ചപ്പോൾ അയാൾക്ക് കുറ്റബോധം ഉണ്ടായി. എന്നിട്ട് പോലീസിനോട് കുറ്റം സമ്മതിച്ചു. അതാണ് ഈ ഏറ്റുപറച്ചിലിന് രണ്ടാമത്തെ അർത്ഥം. പക്ഷേ ആ അർത്ഥം നമുക്കിവിടെ ആവശ്യമില്ല. എബ്രായർ 3:1 ആ അർത്ഥം ഇല്ല. പക്ഷേ ആ വാക്ക് നമ്മൾ എടുത്തത് കൊണ്ട് പഠിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ഒരു ഡിക്ഷണറി തരുന്ന അർത്ഥമുണ്ട്. മൂന്നാമത്തേത് ടു ഡിക്ലെയർ ഓപ്പൺലി by way of speaking out freely. To declare openly by way of speaking out freely. Such confession being the effect of deep conviction of facts. ഒന്നുകൂടെ ഞാൻ വായിക്കാം. To declare openly by way of speaking out freely, such confession being the effect of deep conviction of facts. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ വസ്തുതകളുടെ ബോധ്യം നിമിത്തം പരസ്യമായും സ്വതന്ത്രമായും സത്യമെന്നറിയുന്ന കാര്യങ്ങളെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണിത്. മനസ്സിലായോ? ആന്തരികമായ ബോധ്യം വസ്തുതകളെ കുറിച്ചുണ്ടായിട്ട് ആ വസ്തുതകൾ, ശരിയായ കാര്യങ്ങൾ, വസ്തുതകൾ, അവയെ പരസ്യമായും സ്വതന്ത്രമായും പറയുന്ന പ്രക്രിയയാണ് ഏറ്റുപറച്ചിൽ. മാത്യു 7:23, മത്തായി 7:23 വളരെ അപകടകരമായ ഒരു ഏറ്റുപറച്ചിലുണ്ട്, ഒരു പ്രഖ്യാപനമുണ്ട്, ഒരു പരസ്യ പ്രഖ്യാപനമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ബാക്കിയൂടെ ആവശ്യമുള്ളത് ബാക്കിയൂടെ വായിക്കേ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. തീർത്തു പറയുന്നതാ ഇവിടുത്തെ പ്രഖ്യാപനം. തീർത്തു പറയും. എന്തുകൊണ്ടാ തീർത്തു പറയുന്ന കാര്യം അവിടെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കൺഫെഷൻ എന്ന് പറയുന്നത് അതാണ്. തീർത്തു പറയും, ഉറപ്പോടെ പരസ്യമായി പറയുക. എന്താ പറയുന്നേ? വ്യക്തമായ ബോധ്യം, ഊഹാപോഹമല്ല, ഫാക്ച്വൽ ആണത്, സത്യമാണത്, വസ്തുതാപരമാണത്, വസ്തുതാപരമാണ്. അപ്പോൾ ഇങ്ങനെ വസ്തുതാപരമായ പരസ്യ പ്രഖ്യാപനങ്ങളെയും ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നു. 10:32 2 പ്രാവശ്യം ഈ പദമുണ്ട്.
മത്തായി 10:32, 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഏറ്റുപറയും. കണ്ടോ, പരസ്യമായി മനുഷ്യരുടെ മുമ്പിൽ an open talk, confessing openly. It is because of an inward conviction of the facts. ഇന്നും ദൈവത്തിൻ്റെ മക്കൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്? സ്തോത്രം. ദൈവത്തിൻ്റെ ജനം മരിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ടും, അടുത്തത് വാളാണ് അല്ലെങ്കിൽ ജയിലാണെന്ന് അറിഞ്ഞിട്ടും, എന്തുകൊണ്ട് പരസ്യമായിട്ട് യേശുവിനെ സാക്ഷീകരിക്കുന്നു? ഉൾബോധ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടല്ലോ, പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക. ഒരു അംഗവൈകല്യമുള്ള ചെറുപ്പക്കാരൻ പഞ്ചാബിൽ ട്രെയിനിൽ സുവിശേഷം അറിയിച്ചതാണ്. എന്നാൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ സുവിശേഷ വിരോധികൾ തള്ളിയിട്ടു. അങ്കൂർ എന്നാണ് പേര്. അങ്കുർ. കൈക്ക് സ്വാധീനമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാമായിരിക്കും അല്ലേ? അങ്കുർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പഞ്ചാബിൽ ട്രെയിനിൽ സുവിശേഷം അറിയിച്ചതുകൊണ്ട് ഓടുന്ന ട്രെയിനിൽ നിന്ന് ഈ അംഗവൈകല്യമുള്ള ആളിനെ തള്ളിയിട്ടു. രക്തം പുരണ്ട ശരീരവുമായിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്കുർ. പക്ഷേ ഇങ്ങനെ സംഭവിക്കാമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ചെയ്തു? എന്തുകൊണ്ട് ഏറ്റുപറഞ്ഞു? യേശുവിനെ സാക്ഷിച്ചു. ഉൾബോധ്യമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പണ്ട് ശ്രീ EMS ഒരു സുവിശേഷകനോട് ചോദിച്ചതായി നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യം. ഒരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു സുവിശേഷകനാണെന്ന് തിരിച്ചറിഞ്ഞ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. മലാഖി 4:1 വിശ്വസിക്കുന്നുണ്ടോ? എന്തൊരു ചോദ്യമായത്! ഞാൻ പാസ്റ്ററല്ലേ, ഞാൻ സുവിശേഷകനല്ലേ? EMS പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമില്ല, ബൈബിളിൽ വിശ്വാസമില്ല, മലാഖി 4:1 നിങ്ങൾക്ക് വിശ്വാസമില്ല. ഉപദേശിക്ക് ദേഷ്യം വന്നു. EMS പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ സീറ്റിൽ നിങ്ങൾ അടങ്ങിയിരിക്കത്തില്ലായിരുന്നു. ഈ ട്രെയിനിൽ മുമ്പ് തൊട്ട് പുറകു വരെ ഇങ്ങനെ പലവരു യാത്ര ചെയ്ത് ഇങ്ങനത്തെ ഒരു ദിവസം വരുന്നുവെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞേനെ. ശരിയാ, യേശു മാത്രം രക്ഷകൻ എന്ന ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യും. കഴിഞ്ഞൊരു ദിവസം ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഒരു വിധവയായ ആൻറ്റിയെ കണ്ടു. മലയാളി വിശ്വാസി. ഞങ്ങളുമായിട്ട് വളരെ സ്നേഹബന്ധം പുലർത്തുന്നൊരു കുടുംബമാണ്. മറ്റൊരാളിനെ ആശുപത്രിയിൽ കാണാൻ പോയപ്പോൾ അവരും അവിടെ വന്നു, ഞങ്ങളും അവിടെ ചെന്നു, അറിയാതെ എത്തി. അന്നേരം ഇങ്ങനെ സംസാരിച്ച വഴിക്ക് ആൻറ്റി പറയാ, ഇവിടെയാണ് താമസമെങ്കിലും ഹിന്ദിയും മറാഠിയും ഒന്നും അറിയത്തില്ല, മലയാളം അറിയത്തുള്ളൂ. അത്യാവശ്യം കഞ്ഞി കുടിക്കാൻ അല്ലെ വെള്ളം കുടിക്കാനുള്ള ഹിന്ദി അറിയത്തുള്ളൂ. പക്ഷേ സുവിശേഷം പറയും. ഇനി പറയാൻ അറിയത്തില്ലെങ്കിൽ തൊട്ട് വിളിച്ചിട്ട് ട്രാക്റ്റ് കൊടുക്കും. ആൻറ്റി പറയായിരുന്നു, എനിക്ക് ഈ രക്ഷിക്കപ്പെടാത്തവരെ കാണുമ്പോഴേക്കും അകത്തങ്ങ് കത്തല. അയ്യോ, യേശു അല്ലാതെ ഇവരെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ, ഇവരിങ്ങനെ മരിച്ചാൽ നരകത്തിൽ എത്തുമല്ലോ
അത് നിമിത്തം എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാമെങ്കിലും അതിനപ്പുറം അവരോട് ചെന്ന് യേശുവിനെ പറ്റി പറയും. അത് വലിയവരെന്നും ചെറിയവരെന്നും ഒന്നുമില്ല, ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല. ആ ഉത്ബോധ്യം, ആ തിരിച്ചറിവ്, അങ്ങനെ അതാണ് നാം അവിടെ കാണുന്നത്. അതിനോടൊപ്പം തന്നെ വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനിയുള്ളത് വായിക്കണ്ട, നമ്മുടെ സമയം തീരാൻ പോകുന്നത് കൊണ്ട്. എഴുതുന്നവർക്ക് വേണ്ടി റെഫറൻസുകൾ പറയുന്നു. ലൂക്കോസ് 12:8, ലൂക്കോസ് 12:8, ലൂക്ക് 12:8, ജോൺ 9:22, യോഹന്നാൻ 9:22, ജോൺ 12:42, യോഹന്നാൻ 12:42, ആക്സ് 23:8, അപ്പോസ്തല പ്രവർത്തികൾ 23:8. പിന്നെ മുമ്പേ നമ്മൾ വായിച്ച റോമാലേഖനം 10:9-10 വാക്യങ്ങൾ, റോമൻസ് 10:9-10. ഇനിയുണ്ട്. സ്തോത്രം. ഇത്രയും മതിയായിരിക്കും എന്ന് കരുതുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ ഈ ഏറ്റുപറച്ചിലിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ദുരുപദേശകരോടുള്ള ബന്ധത്തിൽ ഈ ഏറ്റുപറച്ചിൽ ദുരുപദേശ ഖണ്ഡനത്തിനും കൂടെ അത്യാവശ്യമാണ്. ദുരുപദേശ ഖണ്ഡനത്തിനും കൂടെ ഈ ഏറ്റുപറച്ചിൽ അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. 1 യോഹന്നാൻ 2:23, 1 ജോൺ 2:23. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പുത്രനെ നിഷേധിക്കുന്നവനെ പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവനെ പിതാവും ഉണ്ട്. കണ്ടോ, അവിടെ സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിഷേധിക്കുക എന്നതിൻ്റെ വിപരീതമാണ്. പുത്രനെ നിഷേധിക്കുന്ന നോസ്റ്റിക്സ്, ജ്ഞാനവാദികൾ. എന്നാൽ അവരുടെ നേരെ വിപരീതമായി നാം എന്ത് ചെയ്യണം? പുത്രനിൽ വിശ്വസിക്കുന്നെങ്കിൽ പുത്രനെ സ്വീകരിച്ച് ഏറ്റുപറയണം. അതുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതിന് ഏറ്റുപറയുക എന്നർത്ഥമുണ്ട്. സ്വീകരിച്ച് ഏറ്റുപറയുക എന്ന് ഒരേ വാക്ക് തന്നെയാണ്. അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ചിലപ്പോൾ അങ്ങ് പറഞ്ഞു പോകും. ആകെ മൊത്തം എന്നൊക്കെ പറയുന്നത് പോലെ സ്വീകരിച്ച് ഏറ്റുപറയുക എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ അർത്ഥം ഒന്നുകൂടെ മനസ്സിലാക്കാൻ സ്വീകരിച്ചേറ്റു പറയുക എന്നങ്ങ് പറയും. അതുപോലെ തന്നെ 1 യോഹന്നാൻ തന്നെ 4:2, 1 ജോൺ 4:2, അതും കൂടെ വായിച്ചാട്ടെ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അതും സ്വീകരിക്കുന്ന എന്നുള്ളതിൻ്റെ അർത്ഥം കൺഫഷൻ എന്ന, ഏറ്റുപറയുന്ന എന്ന് തന്നെയാണ്. 15-ാം വാക്യവും കൂടെ. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. സ്തോത്രം. 2 യോഹന്നാൻ 7-ാം വാക്യത്തിലുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം 2 ജോൺ 7, അവിടെയും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ യോഹന്നാൻ ഏറ്റുപറയുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നത് ദുരുപദേശ ഖണ്ഡനത്തിന് വേണ്ടിയും ദുരുപദേശകന്മാരുടെ നിഷേധത്തിന് വിപരീതമായിട്ടും ഉപയോഗിക്കുന്നതാണ്. ഇവിടെയും എബ്രായർ 3:1 സ്തോത്രം ഈ അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥമുണ്ട്, മൂന്നാമത്തെ അർത്ഥമുണ്ട്. കാരണം യഹൂദന്മാർ പലരും യേശുവിനെ നിഷേധിക്കുമ്പോൾ ഇവിടെ വിശുദ്ധ സഹോദരന്മാർ, വിശ്വാസികളായവർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കരായവർ എന്ത് ചെയ്യുന്നു? യേശുവിനെ ഏറ്റുപറയുന്നു. ആരാണെന്ന്? അപ്പോസ്തോലനാണെന്ന്. എന്ന് വെച്ചാൽ
എനിക്ക് വേണ്ടി ദൈവത്തിൽ നിന്നും വന്നവനാണ് യേശു എന്ന്, മഹാപുരോഹിതനെന്ന്, എന്ന് വെച്ചാൽ എനിക്ക് പകരം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ആളാണ് യേശുവെന്ന് ഏറ്റുപറയുക. അതിന് ഉൾബോധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്തോത്രം. മറ്റൊരെണ്ണമുണ്ട്, നാലാമത്തെ അർത്ഥം. എബ്രായർ 13:15 വായിച്ചാട്ടെ. ഹീബ്രൂസ് 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. സ്തോത്രം. കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന സ്തോത്രയാഗം. Here confession is as praise. Praising the Lord is also a confession. When we confess what God is, who He is, what His being is, it's praises unto His name. ഇവിടെ ദൈവം ആരാണെന്ന്, അവന്റെ ആളത്വം എന്തെന്ന്, അസ്തിത്വം എന്തെന്ന് നാം ഏറ്റുപറയുമ്പോൾ അതെന്താണ്? കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന സ്തോത്രയാഗമാണ്, സ്തുതികളാണ്. സ്തോത്രം. അപ്പോൾ നമുക്ക് സ്തുതിക്കാൻ സ്തുതി എന്നൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല. പറയേണ്ട ആവശ്യം ഇല്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കൺഫസ് ടു ദ ലോർഡ് വാട്ട് ആൻഡ് ഹൂ ഹി ഈസ്. കർത്താവ് ആരാണ്, എന്താണെന്ന് കർത്താവിനോടൊന്ന് ഏറ്റുപറയുക. വേണ്ട, നമുക്ക് തമ്മിലും ചെയ്യാം. സ്തോത്രം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 4 ജീവികൾ ദൈവത്തോട് ഏറ്റുപറയുകയാണ്. സ്തോത്രം. നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എന്നാൽ യെശയ്യാ 6-ാം അധ്യായത്തിലോ സാറാഫുകൾ ഒരുത്തനോടൊരുത്തൻ. അതെ, ഇത് രണ്ടും നമുക്ക് ചെയ്യാം. ദൈവത്തോടോ നമുക്ക് തമ്മിലോ ദൈവം ആരാണെന്ന് ഏറ്റുപറയുന്നത് എന്താണ്? ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതും ഏറ്റുപറച്ചിലായിട്ട്. അവസാനമായിട്ട് പറഞ്ഞു നിർത്തുന്നു, 5-ാമത്തെ ഒരർത്ഥം കൂടെ ഉള്ളത്. അതാണ് മത്തായി 14:7, മാത്യു 14:7. അതുകൊണ്ട് എന്തു ചോദിച്ചാലും അവൾക്ക് കൊടുക്കും എന്ന് അവൻ സത്യം ചെയ്ത് വാക്കുകൊടുത്തു. പ്രോമിസ്. ഇവിടെ കൺഫഷൻ എന്നത് പ്രോമിസാണ്, വാഗ്ദത്തമാണ്, വാക്കുകൊടുത്തു. സ്തോത്രം. നമുക്ക് പക്ഷേ ഇവിടെ ഈ 5 അർത്ഥങ്ങളിൽ 1, 3, 4 എബ്രായർ 3:1 ബന്ധപ്പെട്ടുള്ള ഏറ്റുപറച്ചിൽ അഥവാ സ്വീകരിച്ചു പറയുക. നമ്മൾ നമ്മുടെ കർത്താവിനെ, ഒന്ന്, ഈ ഏറ്റുപറച്ചിലിന് ആവശ്യം കേൾക്കുക. 2-ാമത് അറിയുക. ഈ കേവലം അറിവ് പോരാ, 3-ാമത് അറിവിൻ്റെ സൂപ്പർലേറ്റീവായ കൺവിക്ഷൻ, ബോധ്യം വേണം. സ്തോത്രം. ബോധ്യം വന്നു കഴിയുമ്പോൾ അത് അംഗീകരിക്കണം. അത് വിശ്വാസമാണ്. വിശ്വസിക്കുന്നത് വരെ ഹൃദയത്തില. ഈ 4 കാര്യങ്ങളും ഹൃദയത്തില. കേൾക്കുക, അറിയുക, ബോധ്യപ്പെടുക, എന്നിട്ട് വിശ്വസിക്കുക. 5-ാമത് അത് വായ് കൊണ്ട് ഏറ്റുപറയുക. സ്തോത്രം. ഈ 5 വഴികൾ അതിനുണ്ട്.
listening, knowing, convincing or getting the conviction. Then comes acceptance by faith, then confessing with mouth. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു മനുഷ്യജാതിയുടെ പാപപരിഹാരത്തിനായി ഭൂമിയിലേക്ക് വന്ന അപ്പോസ്തലനെന്ന്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനെന്നും നമ്മൾ അറിഞ്ഞ് ബോധ്യപ്പെട്ട് ഏറ്റുപറഞ്ഞതാണ്. അത് ഒരിക്കലായി മാത്രം ചെയ്താൽ പോരാ, നാം നിരന്തരം ഈ ഏറ്റുപറച്ചിൽ നടത്തണം, കർത്താവിനോടും മനുഷ്യരോടും. സ്തോത്രം. ആ പ്രത്യേക കൺഫെഷൻ്റെ, ഏറ്റുപറച്ചിലിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്